بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ഉസ്താദുമാർ, കാരണവന്മാർ, നാട്ടുകാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ദാറുൽ മാരിഫിലെ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഇതൊരു ഫാമിലി സംഗമമാണല്ലോ. ഇങ്ങനെയുള്ള ഒരു സെഷൻ നമ്മളൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സമയം ചെലവഴിച്ച് തിരിച്ചു പോയ ശേഷം ഈ പരിപാടിക്ക് മുമ്പും ഇതിനു ശേഷവും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അപ്പം ആ രീതിയിൽ ഉസ്താദുമാരുടെ നല്ല അർത്ഥവത്തായ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാനൊരു 5-6 ടിപ്സ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു പേപ്പറും പേനയും എടുത്തിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ, ഭാര്യമാരുള്ളവർ ഭാര്യമാരുടെ വാട്സപ്പ് ഓൺ ചെയ്ത് അതിലേക്ക് ടെക്സ്റ്റ് ആക്കി അയച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യാമല്ലോ. 5-6 പോയിന്റ് മാത്രമേ പറയുള്ളൂ. ഇതിൻ്റെ വിശദീകരണമൊന്നും നിങ്ങൾ എഴുതി വെക്കണ്ട. പൊതുവിൽ നമ്മളൊക്കെ ഡോക്ടർമാരുടെ അടുത്തൊക്കെ സ്ഥിരമായി ഫാമിലി പ്രശ്നങ്ങളുമായി വരുന്നവരുടെ അടുത്ത് കാണുന്ന 5-6 കാര്യങ്ങൾ മാത്രം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ളതാവാം, മക്കളും പേരൻസും തമ്മിലുള്ളതാവാം. എല്ലാത്തിൻ്റെയും കാരണങ്ങൾ ഈ 5-6 മാത്രമാണ്. ശാരീരികമായും മാനസികമായും ആത്മീയമായുമുള്ള നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ രസം, സുഖം നഷ്ടപ്പെടുത്തുന്ന 6 കാര്യങ്ങൾ. അത് മാത്രം പറഞ്ഞ് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്, ഞാനതിൻ്റെ തിയറികളിലേക്കും ക്ലാസ്സിലേക്കും ഒന്നും പോകുന്നില്ല. ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്നാമത്തത് ലിസണർ ആവുക എന്നതാണ്, കേൾവിക്കാരനാവുക. ഞാൻ ഈ സ്ഥാപനവുമായുള്ള ബന്ധം, എൻ്റെ ഉമ്മയുടെ ഉപ്പ സ്ഥാപനത്തിൻ്റെ ബാനി OKM ബാപ്പു മുസ്ലിയാർ എന്നറിയപ്പെട്ട ബാപ്പു ഉസ്താദ് വളരെ ചെറിയ പ്രായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികൾക്കും ഒരു ഹീറോ ഉണ്ടാവും. ഒന്നൊക്കെ ബാപ്പയായിരിക്കും, അല്ലെങ്കിൽ അമ്മാവനായിരിക്കും, അല്ലെങ്കിൽ വല്ലിപ്പയായിരിക്കും. ചില ആൾക്കാർക്ക് മീൻ കൊണ്ടുവരുന്ന കാക്കയായിരിക്കും, ചില ആളുകൾക്ക് മരം വെട്ടാൻ വരുന്ന ആളായിരിക്കും, ചിലർക്ക് പിന്നെ അയൽവാസിയായ വേറൊരാളായിരിക്കാം. അപ്പോൾ ഹീറോ ആവാൻ കഴിയുക എന്നത് നമ്മുടെ ഒരു പ്രാഥമിക ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കൾക്ക് ഹീറോ ആവാൻ കഴിയണം. അപ്പം എൻ്റെ ഉപ്പയും എൻ്റെ 2 അമ്മാവന്മാരും എൻ്റെ ഉമ്മൻ്റെ ഉപ്പയൊക്കെ എനിക്ക് ഹീറോകളായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ വല്യപ്പ എങ്ങനെ ഹീറോ ആയി, അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഒരുപാട് പ്രായ വ്യത്യാസമുള്ള, നമ്മൾ ജനറേഷൻ ഗ്യാപ്പുകളെ പറ്റി സംസാരിക്കാറുണ്ട്. അപ്പോൾ ആൽഫ ജനറേഷനും ബീറ്റ ജനറേഷനും 90s കിഡും 80s കിഡും ഒക്കെ പറയാറുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് അല്ല നമ്മളെ പ്രശ്നം. ഈ 5-6 കാര്യങ്ങളിൽപ്പെട്ട ആദ്യത്തെ കാര്യം ലിസണർ ആവുക എന്നത്, കേൾവിക്കാരനാവുക. ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലില്ലെങ്കിൽ എനിക്ക് വീടിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ വലിയുപ്പ, ഉമ്മൻ്റെ ഉപ്പ, ഉസ്താദ് കേൾവിക്കാരനാണ്. ഈ 4-5 വയസ്സ് പ്രായമുള്ള സമയത്ത് എന്നെ കേൾക്കാറുണ്ടായിരുന്നു. കൗതുകത്തോടെ കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഒരു കേൾവിക്കാരനുണ്ടെങ്കിൽ തീർച്ചയായും അവർ പറയുന്നത് കേൾക്കാൻ നമുക്കും താല്പര്യം ഉണ്ടാവും. അവർ ചെയ്യുന്ന പോലെ ചെയ്യാനും, അവർ പിന്നെ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനും, അവരെപ്പോലെ ആയിത്തീരാനും നമുക്കൊരു ത്വര ഉള്ളിൽ നിന്ന് വരും.
അപ്പം മറ്റുള്ള ആളുകൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു പ്രശ്നമാണ്, പെൺകുട്ടി വാപ്പനോട് താല്പര്യമില്ല, ഉമ്മനോട് താല്പര്യമില്ല, വല്യപ്പനോട് താല്പര്യമില്ല. സ്കൂളിലേക്ക് പോകുമ്പോൾ പല്ല് കൊഴിഞ്ഞ വളരെ പ്രായമുള്ള ഏതോ ഒരാളുടെ കൂടെ പോയി എന്നൊക്കെ പറയും. ഇതിലെ ഒരു കാര്യം, ഈ 5-6 കാര്യം തന്നെയാണ് അതിലൊക്കെ ഉള്ളത്. അതിലൊരു കാര്യം, വീട്ടിലൊരു കേൾവിക്കാരനില്ല എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. പല്ല് തേക്കാൻ പറയും, നിസ്കരിക്കാൻ പറയും, മക്കനിടാൻ പറയും, കുളിക്കാൻ പറയും, ഭക്ഷണം കഴിക്കാൻ പറയും, പായ മടക്കി വെക്കാൻ പറയും, വിരിപ്പ് മടക്കി വെക്കാൻ പറയും, അടിച്ചു വാരാൻ പറയും. ഉമ്മയും ഉപ്പയും സഹോദരനും മൂത്താപ്പയും എളാപ്പയൊക്കെ വീട്ടിൽ ഉപദേശക സംഘങ്ങളാണ്. കേൾക്കുന്നവരാരുമില്ല. സ്വാഭാവികമായും ആ കുട്ടിക്ക് ഒരു 14, 13, 12 വയസ്സാകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളോട് ഒരു താല്പര്യം വരും. അത് മാനുഷികമാണ്. അപ്പോൾ കേൾവിക്കാരനാവാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? ഇല്ലെങ്കിൽ വളരെ സീരിയസ് ആയി ഇന്ന് തന്നെ നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. ഒരു 5-10 മിനിറ്റ് മറ്റുള്ള കാര്യങ്ങളും ഫോണൊക്കെ മാറ്റിവെച്ച് ഭാര്യയെ കേൾക്കാൻ, ഉമ്മയെ കേൾക്കാൻ, ഉപ്പയെ കേൾക്കാൻ, മക്കളെ ഓരോരുത്തരും വെവ്വേറെ കേൾക്കാൻ സമയം നിങ്ങൾ കണ്ടെത്തുന്നില്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പ്രതാപകാലം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു മൂലയിലാവും. നിങ്ങളെ കേൾക്കാൻ ഇവരാരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇന്ന് മാറ്റേണ്ട ആദ്യത്തെ കാര്യം കേൾവിക്കാരനാവുക എന്നതാണ്. ഓൾറെഡി നല്ല കേൾവിക്കാരായവർ ഇവിടെ ഉണ്ടാവും. ഇനി കേൾവിക്കാരനാവാൻ പറ്റാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ അതിന് മാറ്റം വരുത്തുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പോൾ ഒന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, മൊബൈലിലോ പേപ്പറിലോ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മിക്കവാറും അദ്ദേഹം നല്ലൊരു കേൾവിക്കാരനായിരിക്കും. നിങ്ങൾ ആരോടെങ്കിലും നല്ല വെറുപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണെങ്കിൽ, ഉമ്മയാവാം, വാപ്പയാവാം, ഉമ്മമാരോട് വെറുപ്പുള്ള എത്ര പേരുണ്ട്? കേൾവിക്കാരനായിരിക്കൂല. അപ്പോൾ ഒരു ഘടകമാണ് ഈ 5-6 ഏതെങ്കിലും ഒന്ന് മതി. ചിലർക്ക് പലതുണ്ടാവും. അപ്പോൾ ഒന്ന് കേൾവിക്കാരനാവും. 2, നിങ്ങളൊരു അപ്രീഷിയേറ്റിംഗ് പേഴ്സൺ ആവുക. വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്നാണ് ശാസ്ത്രീയമായ ഭാഷയിൽ അതിന് പറയാം. നല്ല വാക്ക് പറയുന്ന ഒരാളാവുക. രാവിലെ നേരം വെളുത്തതിന് മുതൽ വൈകുന്നേരം വരെ നല്ല വാക്ക് പറയണമെന്നില്ല. നേരത്തെ ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉസ്താദുമാർക്ക് വീടിൻ്റെ പടിക്കൽ വന്നിട്ട്, വാതിൽക്കൽ വന്നിട്ട് യാത്ര അയക്കണം ഭാര്യമാരെന്ന്. ആ യാത്ര അയക്കാനുള്ള മൈൻഡ് നമ്മൾ ഹസ്ബൻഡ് കൊടുക്കണം ആദ്യം. അപ്പോൾ പോകുന്നതിന് മുമ്പ് നല്ലൊരു വാക്ക് പറഞ്ഞ് പോകുമ്പോഴാണ് യാത്ര അയക്കാനും തിരിച്ചു വരുന്നതും അതുപോലൊരു വാക്ക് കേൾക്കാൻ വേണ്ടി സ്വീകരിക്കാനുള്ള മൈൻഡ് അവർക്കുണ്ടാവുക. അപ്പോൾ അല്ലാഹു തആല സ്ത്രീകളുടെ, പുരുഷന്മാരുടെയൊക്കെ ന്യൂനതകളെ പറ്റിയും സ്ട്രെങ്ത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 2 കൂട്ടർക്കും ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് കഴിവുകേടുകളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് അവർക്ക് അങ്ങോട്ട് കൊടുത്തതാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇന്നത്തെ ഭക്ഷണം കൊള്ളാലോ, ഇന്ന് വിളമ്പിയത് നന്നായിട്ടുണ്ടല്ലോ, ഇന്നത്തെ ചിരി കൊള്ളാമല്ലോ, ഡ്രസ്സ് തിരക്കടില്ല, ഇന്നെ നേരത്തെ വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഒരു നല്ലത് പറയാനുള്ള ഒരു സാധനം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇനി അഥവാ ഒന്നും നല്ലത് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ കണ്ടുപിടിച്ച് പറയണം. നല്ലതൊന്ന് പറയാൻ കഴിയണം. നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ, സ്ത്രീകൾ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയുന്നൊരു സാധനമാണ്, മൂപ്പര് നല്ലൊരു മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ള ആളാണ്. അല്ല, നല്ല സ്നേഹം എന്നല്ല, നല്ലൊരു മനുഷ്യനാണ്, നന്നായിട്ട് സഹായിക്കും, ഡ്രസ്സൊക്കെ അലക്കി തരും. എൻ്റെ ഡ്രസ്സ് വരെ അലക്കി തരും എന്ന് സ്ത്രീകൾ പറയും. എൻ്റെ ഡ്രസ്സൊക്കെ അലക്കി തരും, പാത്രം കഴുകാൻ സഹായിക്കും, വീട് വൃത്തിയാക്കാൻ സഹായിക്കും, പിന്നെ കുട്ടികളെ ഒരുക്കാൻ സഹായിക്കും, എല്ലാം സഹായിക്കും. പക്ഷെ ഒരു സ്നേഹമില്ലാത്ത മനുഷ്യനാന്ന് പറയും. അപ്പോൾ അവിടെ അവർ സ്നേഹമില്ലാന്ന് അവർക്ക് തോന്നാൻ കാരണം നല്ല വാക്ക് പറയുന്നുണ്ടാവില്ല. നമ്മളെക്കാൾ ഉഷാറാവണം നമ്മളെ ഭാര്യമാരെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹം കൂടി പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും, ഒരു നല്ല വാക്ക് പറയാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക്, വേർഡ്സ് ഓഫ് അഫർമേഷൻ, അതിനവർ അർഹതപ്പെട്ടവരാണ്, അത് അവരുടെ അവകാശമാണ്. ആണുങ്ങൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മളെ പറ്റി നല്ലതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. നല്ലത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. പക്ഷേ സ്ത്രീകൾക്ക് ആ വിഷമം ഉണ്ടാവും, തീർച്ചയായിട്ടും അത് മൈൻഡിലുണ്ടാവും. നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും നല്ല വാക്ക് പറയുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയണം അവരെ പറ്റിയിട്ട്. ആ ഒരു അഫർമേഷൻ വേർഡ് കിട്ടിയാൽ ഒരു പക്ഷെ അന്ന് പട്ടിണിയാണെങ്കിൽ പോലും അന്ന് വിഷമം ഉണ്ടാവില്ല. നേരെ മറിച്ചായി കിട്ടിയിട്ടില്ലെങ്കിൽ
നിങ്ങളിങ്ങനെ ബ്രാൻഡഡ് സോപ്പ് വാങ്ങിച്ചു കൊടുത്തതും ബ്രാൻഡഡ് ക്രീം വാങ്ങിച്ചു കൊടുത്തതും ബ്രാൻഡഡ് 250 രൂപയുടെ അരി വാങ്ങിച്ചു കൊടുത്തതും ഒന്നും അവരെ മൈൻഡിൽ ഉണ്ടാവില്ല. അയാളെല്ലാം ചെയ്തിരുന്ന ഒരാളാണ്, പക്ഷേ ഒരു സ്നേഹമില്ലാത്ത മനുഷ്യനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന സ്നേഹമല്ല സ്ത്രീകൾ മനസ്സിലാക്കുന്ന സ്നേഹം. അപ്പം നല്ല വേർഡ്സ്, ഇതേ പ്രശ്നം ഉമ്മമാർക്കും കൊടുക്കേണ്ടതുണ്ട്. ഉമ്മമാരൊരു പക്ഷെ നമ്മളെ തള്ളി പറയുന്നുണ്ടാവില്ല, പക്ഷെ അവർക്കും മനസ്സ് നിറയണമെങ്കിൽ, മനസ്സ് നിറഞ്ഞാലാണ് ഈ അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ ഒരു വേർഡ്സ് ഓഫ് അഫർമേഷൻ ഉമ്മക്ക് കിട്ടണില്ല മകൻ്റെ അടുത്ത് നിന്ന് വിചാരിക്കുക. നല്ല കാര്യം ചെയ്തു കൊടുക്കും, പക്ഷെ മകൻ ഒരു നല്ല കാര്യം ഉമ്മേൻ്റെ അടുത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഉമ്മ ഭാര്യയെ പോലെ കുറ്റമൊന്നും പറയൂല. ഉമ്മക്ക് എപ്പോഴും നടുവേദന, കഴുത്തുവേദന, വായിൽ പുണ്ണ്, ഗ്യാസിൻ്റെ പ്രശ്നം, ക്ഷീണം, തലവേദന, അങ്ങനെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ വീട്ടിൽ പ്രശ്നമാകുമ്പോൾ നമ്മളെയും ബാധിക്കും. അപ്പോൾ വേർഡ്സ് ഓഫ് അഫർമേഷൻ എടുക്കുക. രണ്ടാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വേർഡ്സ്, നല്ല വാക്കുകൾ പറയുന്നയാളാവുക. പറയുന്നതെല്ലാം നല്ലതാണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നല്ല വാക്ക് കരുതി കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് രാവിലെയും വൈകിട്ട് ഓരോന്നെങ്കിലും പറയണം. നമുക്ക് ഓർമ്മ ഉണ്ടാവണം, ഞാൻ എന്താ ഇന്നലെ നല്ല വാക്ക് പറഞ്ഞത് ഉമ്മനോട്, ഭാര്യനോട് ഇന്നെന്താ നല്ല വാക്ക് പറഞ്ഞത്, ഒന്നാമത്തെ മകനോട് എന്താ നല്ല വാക്ക് പറഞ്ഞത്, രണ്ടാമത്തെ മകനോട് എന്താ പറഞ്ഞത്, അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ അതുപോലെ പരിഗണിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിവാഹം കഴിച്ചയക്കാത്തൊരു സഹോദരി നമ്മുടെ വീട്ടിലുണ്ട്, അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ, അവരോട് നമ്മൾ നല്ല വാക്ക് പറയണം. അപ്പം നമ്മുടെ കുടുംബം എന്ന് പറയുന്ന വട്ടത്തിനുള്ളിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ 5 മിനിറ്റ് കേൾവിക്കാരനാവണം. നമ്മൾ 1-2 നല്ല വാക്കുകൾ അവരോട് പറയണം. അവർക്ക് സന്തോഷം കിട്ടുന്ന നല്ല 2 വാക്കും പറയാം, ഒരു പുഞ്ചിരിയും കൊടുക്കുക. അത് പർപ്പസ്ഫുള്ളി കൊടുക്കണം. അപ്പം നല്ലൊരു പുഞ്ചിരിയും നല്ലൊരു വാക്കും 5 മിനിറ്റും കേൾക്കും ചെയ്യാത്തൊരു ഹസ്ബൻഡ്, അത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, വക്കീലാവാം, പണ്ഡിതനാവാം, ഭാര്യൻ്റെ അടുത്തുനിന്ന് പുഞ്ചിരി കിട്ടിയില്ല, അല്ലെങ്കിൽ ഭാര്യ സഹായിച്ചില്ല അല്ലെങ്കിൽ ഭാര്യ ഒരുങ്ങി നിന്നില്ല, സ്വീകരിച്ചില്ല എന്ന് നമ്മൾ പറയുന്നതിൽ നമുക്കത് പറയാൻ അർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളിത് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ അത് അവരുടെ കുറ്റമാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ സഹോദരിമാരും കേൾക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തു തരുന്ന ഒരാളാണ് നിങ്ങളുടെ ഹസ്ബൻഡെങ്കിൽ അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചും കേട്ടും മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇനി ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, നാളെ മുതൽ 5 മിനിറ്റ് എന്നെ കേൾക്കണം, നല്ലൊരു വാക്ക് രാവിലെയും നല്ലൊരു വാക്ക് വൈകുന്നേരം പറയണം എന്ന് പറയണം. അപ്പോൾ 2 കാര്യങ്ങളായി. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. നമുക്ക് എനർജി കിട്ടുന്ന, നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, നമ്മുടെ മുഖത്ത് അറിയാതെ പുഞ്ചിരി വരുന്ന, നമുക്ക് സന്തോഷം വരുന്ന 2 കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ന്യൂട്രീഷ്യസ് ആയിരിക്കണം. ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ആദ്യം നമുക്ക് ശരീരത്തിനൊക്കെ ആവശ്യമുള്ള, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂട്രീഷൻ, പോഷകങ്ങൾ കിട്ടുക എന്നുള്ളത്. പോഷകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് തിന്നു, ഒരുപാട് ഭക്ഷണം കഴിച്ചു, പക്ഷെ അവയവങ്ങൾ പട്ടിണിയായിരിക്കും. ചിലപ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടാവും, കഴുത്ത് വരെ എത്തി, തൊണ്ട വരെ എത്തി, മൂക്ക് വരെ എത്തി, ഇനിയൊന്നും അങ്ങോട്ട് അയക്കാൻ വയ്യ, ശ്വാസം വലിക്കുമ്പോൾ പുറത്തേക്ക് തികട്ടി വരികയാണ്. അത്രക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും പട്ടിണിയായിരിക്കും, അവയവങ്ങൾ പട്ടിണിയായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം കഴിക്കുക, അത് നല്ലത് ഭക്ഷിക്കുക, വിശപ്പ് മാറാനും നമുക്ക് ആരോഗ്യം ഉണ്ടാവാനും ഊർജം കിട്ടാനും സൗന്ദര്യം നിലനിർത്താനും നമ്മുടെ ഹെൽത്ത് ഫിറ്റ്നസ് ഉണ്ടാവാനൊക്കെ ആവശ്യമുള്ള വസ്തുക്കളാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ആളുകൾക്കനുസരിച്ചാണ് ഭക്ഷണം വേണ്ടത്. നേരത്തെ അമ്മിയിൽ അരച്ചും വെള്ളം കോരിക്കൊണ്ടുവന്നും ഉരലിൽ കുത്തിയും ഇങ്ങനെയൊക്കെ നന്നായി അധ്വാനിച്ചിരുന്ന കാലത്ത് കഴിച്ചിരുന്ന ആ ഭക്ഷണം പോരാ ഇപ്പൊ നമുക്ക് ശാരീരിക അധ്വാനം കുറവും മാനസിക അധ്വാനവും മാനസിക പിരിമുറുക്കവും മാനസിക സ്ട്രെസ്സും ഒക്കെ ഒരുപാട് കൂടുതലാണ്. ഒരു 40 കൊല്ലം മുമ്പ് ഒരു സയന്റിസ്റ്റോ ഒരു ആർമിയിലെ ഉദ്യോഗസ്ഥനോ അനുഭവിച്ചിരുന്ന സ്ട്രെസ്സാണ് ഇന്ന് വീട്ടിലുള്ള ചെറിയ സ്കൂൾ കുട്ടികൾ പോലും അനുഭവിക്കുന്നത്. പണ്ടൊക്കെ അടുത്ത ഭക്ഷണം എന്തായിരിക്കും, അല്ലെങ്കിൽ നാളെ രാത്രി എന്തായിരിക്കും എൻ്റെ ഫുഡ്, നാളെ മക്കൾക്ക് എന്ത് കൊടുക്കുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന, അന്നത്തെ ടെൻഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരിക്കും ഇപ്പം നാളത്തെ എൻ്റെ ഭക്ഷണം, നാളെ ചോർക്ക് ഇപ്പം എന്താ ഒരു കറി ഉണ്ടാക്കി കൊടുക്കാതെ. ഇന്ന് നമുക്ക്
ഇപ്പം ഐഡിയൻ്റെ നെറ്റ്വർക്ക് കുറയാണല്ലോ, ജിയോൻ്റെതാണല്ലോ മെച്ചമുള്ളത്. ഞാനതെടുത്തു കഴിഞ്ഞാൽ അത് കൂടുമോ, ഞാൻ വൈകുന്നേരം അങ്ങോട്ടാണ് പോകാനുള്ളത്, അവിടെ നെറ്റ്വർക്ക് ഉണ്ടാവുമോ? അങ്ങനെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടതും ഡാറ്റയുമായി ബന്ധപ്പെട്ടതും GB കുറയുന്നതൊക്കെ നമ്മുടെ ടെൻഷനായി മാറുകയാണ്. അമേരിക്കയിലെയും യൂറോപ്യൻ യൂണിയനിലെയും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കൂടെ പ്രശ്നങ്ങളായി മാറുകയാണ്. അപ്പം നമുക്ക് മാനസികമായ പിരിമുറുക്കം കൂടി. മൊബൈൽ ചാർജ് കുറഞ്ഞു വരികയാണ്. ഇന്നിപ്പോൾ ഇനി 7 മണിയാകുമ്പോഴേ കുത്തിയേക്കാൻ പറ്റുള്ളൂ, അപ്പോഴേക്ക് ഇത് തീരുമോ? അപ്പം നമ്മുടെ മാനസികമായ പിരിമുറുക്കം ഒരുപാട് 10 മടങ്ങ് വർദ്ധിച്ചു. ശാരീരികമായ നമ്മുടെ അധ്വാനം ഒരുപാട് കുറഞ്ഞു. അപ്പം അതിന് നമുക്ക് വേണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന് 2 തരം ഭക്ഷണമാണ് വേണ്ടത്. ഒന്ന് മെറ്റീരിയൽ ഫുഡ്, 2 മൂന്നാമത്തെ കാര്യമായിട്ടോ പറയുന്നത്, മൂന്നാമത്തെ പോഷകങ്ങളാണ്, പോഷണം. അപ്പോൾ ഒന്ന് മെറ്റീരിയൽ ഫുഡും രണ്ടാമത്തത് എനർജി ഫുഡാണ്. ജോലി ചെയ്യാൻ ആവശ്യമുള്ള എനർജി കിട്ടണം, ഇന്ധനം വേണം, കറണ്ട് വേണം, മൊബൈലിലെ ബാറ്ററിയിൽ ചാർജ് വേണമെന്ന് പറഞ്ഞ പോലെ അതാണ് ഒന്ന് വേണ്ടത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുണ്ട് ചിലത്, അത് നമ്മൾ അധ്വാനത്തിനനുസരിച്ച് മതി. അപ്പം ധാന്യങ്ങളും കിഴങ്ങുകളും മധുരവും മാത്രം കഴിക്കുന്ന ശീലം മാറ്റി നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരണമെങ്കിൽ, ആരോഗ്യം ഇമ്പ്രൂവ് ആവണമെങ്കിൽ, മടി കുറയണമെങ്കിൽ, മറവി മാറിയിട്ട് ഓർമ്മശക്തി കൂടണമെങ്കിൽ, ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ, മസിലുകൾക്ക് ബലം വരണമെങ്കിൽ, വേദനകൾ കുറയണമെങ്കിൽ, പ്രമേഹം പെട്ടെന്ന് വരാതിരിക്കണമെങ്കിൽ, വാർദ്ധക്യം സ്ലോ ആവണമെങ്കിൽ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അലസതൊക്കെ പോവും, നമ്മളൊന്നും കൂടെ ഉഷാറാവും, ഊർജ്ജസ്വലത വരും. അതിന് നമ്മൾ മെറ്റീരിയൽ ഫുഡ് കൂടുതൽ കഴിക്കുക. അതായത് കിഴങ്ങുകളും ധാന്യങ്ങളും മധുരങ്ങളൊക്കെ കുറക്കാൻ ശ്രമിക്കുക. ആ ശ്രമം നമ്മുടെ മനസ്സിൽ ആ ബോധം വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേശ്ശെ കുറഞ്ഞു വരും. പകരം നമ്മൾ സൂപ്പ് ടൈപ്പ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങണം. സൂപ്പ് ടൈപ്പ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് വേറെ പലതിലേക്കായിരിക്കും പോവുക. നട്ട്സ് കഴിക്കണം എന്ന് പറഞ്ഞാൽ നട്ട്സിന് 1500 രൂപ അല്ല, അതെങ്ങനെ നടക്കുക? 100 രൂപയുടെ നട്ട്സ് ഒരാഴ്ചക്ക് തികയും. വെജിറ്റബിൾ അതുപോലെയാണ്, അതെല്ലാം മിക്സ് ചെയ്ത് സൂപ്പ് പോലെയൊക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു നിങ്ങളിനി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ ആ ഒരു ബോധം വരും. യൂട്യൂബൊക്കെ കാണുന്നതല്ല, അപ്പം ന്യൂട്രീഷ്യസ് ഫുഡ് എന്താണെന്നൊക്കെ നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ആദ്യം മനസ്സിലാക്കുക, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, പോഷകങ്ങൾ കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഒരുമിച്ച് കഴിക്കാനും പിന്നെ ആസ്വദിച്ച് കഴിക്കാനൊക്കെ ശ്രമിക്കുക. മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ വെള്ളം കുടിക്കാനുള്ള കുപ്പിയൊക്കെ കടിച്ചു നോക്കും, പിന്നെ അവിടെ തന്നെ ഇടും, പിന്നെ പാത്രം കടിക്കും, പിന്നെ അവിടെ തന്നെ ഇടും. നമ്മളെ ശ്രദ്ധ ഫുള്ള് ഫോണിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ അടുത്ത ആൾ കഴിച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും കഴിക്കുക. ആ ഇതിൽ നിന്നൊക്കെ മാറി ഞാൻ കഴിക്കേണ്ട സാധനങ്ങൾ ഇന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് വെച്ച് അത് കഴിക്കുക. നമ്മളെ മക്കൾക്കും ആ ഒരു പോഷണം പരിശീലിപ്പിക്കുക. അപ്പോൾ മിക്കപ്പോഴും ഈ ചില ഭക്ഷണങ്ങളൊക്കെ മധുരം ഉണ്ടാവാനുള്ളൊരു ഏജൻറ്റ്, കളറ് കൊടുക്കാനുള്ളൊരു ഏജൻറ്റ്, മണം ഉണ്ടാവാനുള്ളൊരു ഏജൻറ്റ്, ഇങ്ങനെയുള്ള കുറേ ഏജൻറ്റുകൾ ചേർത്ത് നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരാളെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു നല്ല സുന്ദരിയായ ഒരു കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചാൽ ചിലപ്പോൾ അത് നല്ല ഭക്ഷണം തെറ്റിദ്ധരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മത്സ്യവും മാംസവും കടലകളും പയറും പരിപ്പും പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ അടങ്ങിയിട്ടുള്ള മിക്സഡ് ഭക്ഷണങ്ങൾ കഴിക്കുക. വെറും അരിപ്പൊടി മാത്രം കലക്കിണ്ടാക്കിയത് മാറ്റാൻ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ത്രീകൾ ശ്രമിക്കുക, അത് കൊടുക്കുന്ന ആണുങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വാശി പിടിക്കാതെ ഡിസ്കസ് ചെയ്യാൻ, നേരത്തെ ഒരു ഉസ്താദ് പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്യണം അരി ഏതാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് ഭക്ഷ്യവകുപ്പ് എന്നുള്ളത് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മൾ പണ്ട് ശീലിച്ചതാണ് തേങ്ങാച്ചോറും മഞ്ഞക്കറിയൊക്കെ. പുതിയ ജനറേഷന് ഇഷ്ടം അതായിരിക്കൂല. അപ്പം നമ്മളത് പുറത്തു പോയി വാങ്ങിക്കൊണ്ടുമ്പോഴാണ് കോസ്റ്റ് കൂടുക. ഈ ഷവർമയും ബർഗറും സാൻഡ്വിച്ചൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് ആരോഗ്യപരമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പഠിക്കാം. അത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പല കുട്ടികളും പറഞ്ഞ പ്രശ്നമാണ്, വീട്ടിലെ ഫുഡ് ഇഷ്ടമല്ല, ഉമ്മാൻ്റെ ഭക്ഷണത്തോട് താല്പര്യമില്ല, പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ മോഡേൺ ഫുഡുകൾ, ഹെൽത്തി ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ പഠിച്ചെടുക്കുക. അതിനൊക്കെ ധാരാളം ഗ്രൂപ്പുകളും യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ സമയവും നമുക്ക് കുറവാണ്, അനുവദിച്ച സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് പോഷകങ്ങൾ കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു ലിസണർ ആവുക, രണ്ടാമത് നമ്മൾ പറഞ്ഞു വേർഡ്സ് ഓഫ് അഫർമേഷൻ കൊടുക്കുക,
നല്ല വാക്കുകൾ ഒരു 2 പ്രാവശ്യമെങ്കിലും നല്ല എന്തെങ്കിലും 2 വാക്ക് കൊടുക്കുക പുഞ്ചിരിയോടുകൂടെ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആണുങ്ങൾക്ക് മാത്രമാണ് സ്ത്രീകളിൽ നിന്നും തിരിച്ച് പുഞ്ചിരി പ്രതീക്ഷിക്കാനുള്ള അർഹത ഉണ്ടാവും, അവകാശമുണ്ടാവും എന്ന് നമ്മളും മനസ്സിലാക്കുക. തിരിച്ച് സ്ത്രീകളും അങ്ങനെ തന്നെ ചിന്തിക്കുക. എൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിർവഹിച്ചാലേ എൻ്റെ അവകാശത്തെക്കുറിച്ച് എനിക്ക് പറയാൻ അർഹത ഉണ്ടാവുന്നു നമ്മൾ ചിന്തിക്കുക. 3 കാര്യങ്ങളായി. ഇത് എല്ലാ ആളുകൾക്കിടയിലും ബാധ്യത ഉള്ളതാണ്. ഉമ്മനോടുണ്ട്, ഭാര്യയോടുണ്ട്, മക്കളോടുണ്ട്, അതുപോലെ സഹോദരി സഹോദരന്മാർക്കിടയിൽ, ഫ്രണ്ട്സിനിടയിലൊക്കെ ഇതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസ് കൂട്ടത്തോടെയും ചെയ്യാം, ഒറ്റക്കും ചെയ്യാം. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും വേണം. ശാരീരികമായി എന്തെങ്കിലും ഒരു അധ്വാനം വേണം. ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ശാരീരിക ആക്ടിവിറ്റി വേണം. ഹർക്കത്ത് വേണം. ഹർക്കത്ത് ഉണ്ടാകുമ്പോൾ ബർക്കത്ത് ഉണ്ടാവുന്നു ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഷട്ടിൽ കളിക്കണമെന്നോ ബാഡ്മിൻ്റൺ കളിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും ഒരു ഹർക്കത്ത് വേണം. വീടിൻ്റെ ഉള്ളിലാവാം, വീടിന് പുറത്താവാം. അത് കൂട്ടായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാലോ. വീട്ടിൽ മക്കളും ഉമ്മയും വാപ്പയും മാത്രമാകുമ്പോൾ അവിടുന്ന് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഒരു ഹർക്കത്ത് ഉണ്ടാവും. ചെറിയ ചെറിയ ഗെയിമുകളാവാം, ഹലാലായ ഗെയിമുകളാവാം, എക്സസൈസ് ആക്ടിവിറ്റീസ് ആവാം. അത് ലാറ്റക്സ് ബാൻഡൊക്കെ വെച്ച് ചെയ്യുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഒരു 1500 രൂപേൻ്റെ എക്സസൈസ് പാക്ക് വാങ്ങിയാൽ വീട്ടിലെല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. വീടിൻ്റെ ചുറ്റും നടക്കലാവാം. എന്തെങ്കിലും ഒരു ഹർക്കത്ത് വേണം. അപ്പോൾ നമ്മൾ ന്യൂട്രീഷ്യസായ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളതാണ്. ശാരീരികമായ ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും എല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ 6 കാര്യം പറഞ്ഞു, 4 കാര്യത്തിൽ നമുക്ക് ചുരുക്കാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞിട്ട് ചുരുക്കാം. ഇത്തരം കാര്യങ്ങൾ മാത്രം മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരു വലിയ വിപ്ലവം, ഒരു വലിയൊരു ചേഞ്ച് വീടുകളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഈ 5 കാര്യം മാറ്റിയിട്ട് വീട്ടിൽ ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം. അത് എന്തുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കുക. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പാണ്. നമ്മൾ എത്രയോ പിരിയാൻ പോയ ഫാമിലികളും വീട്ടിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെയും ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റാറുണ്ട്. അപ്പോൾ 4ാമത്തെ ആക്ടിവിറ്റീസാണ്. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും ചെറിയൊരു ഗെയിമോ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗെയിം ആവാം, എൻ്റർടൈൻമെൻ്റ് ആവാം, എന്തെങ്കിലും ഒന്നാവാം. 5ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഉറക്ക് എന്നുള്ളത്. ഉറങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ഇട്ട് തന്നെ ഉറങ്ങണം. മൊബൈലിൽ കളിച്ച് മൊബൈലിൻ്റെ ചാർജ് തീരുമ്പോൾ ഫോൺ മുഖത്തേക്ക് വീണ് അങ്ങനെ കിടന്നുറങ്ങി പിന്നെ എപ്പോഴെങ്കിലും ഉണരുന്ന സിസ്റ്റം മാറിയിട്ട് ഉറങ്ങാൻ ഏറ്റവും യോജിക്കുന്ന രീതിയിൽ. ഇപ്പം ചില ആൾക്കാർ 2.5 കോടി റുപ്യേൻ്റെ കാറൊക്കെ ഉണ്ടാവും, കോടികളുടെ കാറൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. കിടക്കുന്നത് കല്യാണത്തിന് വല്യപ്പ വാങ്ങിച്ചു കൊടുത്ത പണ്ടത്തെ ബെഡിലായിരിക്കും. മൂട്ടയും കൊതുകും പല്ലിയൊക്കെ അതിനുള്ളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 5-6 മണിക്കൂർ ഏകദേശം ഉറങ്ങാനുള്ള ബെഡല്ലേ, അത് കുറച്ച് പണം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതൊന്ന് വാങ്ങുക, നല്ല ബെഡ്ഷീറ്റ് വാങ്ങുക. അതുപോലെ കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഇത്തരം നമ്മുടെ ഒരു 24 മണിക്കൂറിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ മിക്കവാറും ആളുകൾ ഉറങ്ങുന്നത്, സ്പെൻഡ് ചെയ്യുന്നത് അതിലാണ്. അപ്പോൾ മുന്നിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കണം വലിയ വില കൂടിയ ചെയറിനേക്കാളും വലുതാണ് നമുക്ക് ഉറങ്ങാനുള്ള നല്ലൊരു ബെഡ്, നല്ലൊരു ബെഡ്ഷീറ്റ്, അതിൻ്റെ മേലിടുന്ന കംഫേർട്ട്, പിന്നെ നല്ലൊരു അരോമ കിട്ടുന്ന പെർഫ്യൂം, അതിന് പറ്റുന്ന ലൈറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആ വർക്കിൻ്റെ ഒരു സമയമാവുമ്പോൾ നിർബന്ധ ബുദ്ധിയോടുകൂടെ ലൈറ്റുകളൊക്കെ അണച്ച് നിർബന്ധമായിട്ട് തീരുമാനമാക്കുക. വീട്ടിൽ 9:30 കഴിഞ്ഞാൽ 10:30 കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇല്ല. ഇനി ആരെങ്കിലും ലൈറ്റ് ഇടുകയാണെങ്കിൽ അവരെ ഫാനും കൂടെ കട്ട് ചെയ്യുന്ന സിസ്റ്റം അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് സമയമാകുമ്പോൾ ഉറങ്ങണം എന്നുള്ളൊരു നിർബന്ധം വീട്ടിൽ കൊണ്ടുവരിക. 5 കാര്യങ്ങൾ. അതുപോലെ തന്നെ ആ സമയത്ത് ഉറങ്ങിയാൽ എണീക്കാനൊരു സമയം വേണം. അപ്പോൾ ഉറങ്ങാനും എണീക്കാനൊരു പ്രിപ്പറേഷൻ ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശം. ഇപ്പോൾ ഈ വർഷത്തെ ഫാമിലി മീറ്റിൽ ഈ 4-5 കാര്യങ്ങൾ മാത്രം നമ്മൾ നടപ്പിലാക്കി ശ്രമിച്ചു നോക്കാം. അല്ലാഹു തആല നടപ്പിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. ഇതൊരു കർമ്മമായി നല്ല അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.